എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും LP UP എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലോട്ട് സ്വാഗതം. നമുക്ക് നോക്കാം. 2017 ക്വസ്റ്റ്യനാണ്. 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഓരോ ക്ലാസ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ക്ലാസ്സിലും എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾ ആ കമൻറ്റ് ബോക്സും കൂടെ നോക്കി എന്തെങ്കിലും തിരുത്തുകൾ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ തിരുത്തിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2017 LP എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹിമാചൽ പ്രദേശിലെ റോത്താങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? റോത്താങ് ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി, ചുരം എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായി നോട്ടിൽ ആഡ് ചെയ്യണം. റോത്താങ് 51 കിലോമീറ്റർ നീളമുള്ള ഒരു മലമ്പാതയാണ്, അല്ലെങ്കിൽ നീളമുള്ള ഒരു ചുരമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? സത്ലജ് നദിക്കും കാളി നദിക്കും, ഈ രണ്ട് നദിക്ക് ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ കുമയൂൺ ഹിമാലയം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, കുമയൂൺ ഹിമാലയം. ഈ നാല് കാര്യങ്ങൾ എന്താണ്? ഈ നാല് കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ട് പോകണം. ഈ നാല് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നദീ തായ്വാരകളെ അടിസ്ഥാനമാക്കിയിട്ട് സർ സിഡ്നി ബെർണാഡ് എന്ന ആള് ഹിമാലയത്തെ 4 പാർട്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തെ എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? 4 പാർട്ടാക്കിയിട്ടുണ്ട്. ആ 4 പാർട്ടുകളാണ് എന്ത്? പഞ്ചാബ് ഹിമാലയം, അതുപോലെ തന്നെ കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആരാണ് വേർതിരിച്ചത്? സർ സിഡ്നി ബെർണാഡ്. സർ സിഡ്നി ബെർണാഡാണ് എന്ത്? ഹിമാലയത്തെ നദീ തായ്വാരകളെ അടിസ്ഥാനമാക്കിയിട്ട് 4 ഭാഗങ്ങളായി തിരിച്ചത്. അതിൽ ആസാം ഹിമാലയം നോക്കാം. നമുക്ക് ആസാം ഹിമാലയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആസാം ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗത്തെയാണ് പറയുക, അല്ലെങ്കിൽ ടീസ്റ്റ അല്ലെങ്കിൽ തിസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ആസാം ഹിമാലയ എന്നും. ഇനി നേപ്പാൾ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേപ്പാൾ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാളി നദിക്കും ടിസ്റ്റ നദിക്കും അല്ലെങ്കിൽ തിസ്ത നദിക്കും ഇടയിലുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത് സുഹൃത്തുക്കളെ? നേപ്പാൾ ഹിമാലയ എന്നും പറയുന്നത്. കുമയൂൺ നമ്മൾ പറഞ്ഞു സത്ലജ് നദിക്കും കാളി നദിക്കും, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള സ്ഥലമാണ് എന്താ? കുമയൂൺ ഹിമാലയം. അതുപോലെ തന്നെ പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലുള്ള സ്ഥലമാണ് എന്താ? പഞ്ചാബ് ഹിമാലയം. അപ്പോൾ ഒന്നുകൂടെ പറയാം, പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞാൽ സിന്ധു നദി, സത്ലജ് നദി. അതുപോലെ തന്നെ കുമയൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും. നേപ്പാൾ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലുള്ള ഭാഗം. അതുപോലെ തന്നെ ആസാം ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഏതൊക്കെ നദികളാണ് ആ ഇടയിൽ കിടക്കുന്നത്, ഏത് നദികൾക്കിടയിലാണ് ആ സ്ഥലം കിടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പോകണം. ആരാണ് അത്തരത്തിൽ 4 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചത്? സർ സിഡ്നി ബെർണാഡാണ്. ഓക്കെ, സെറ്റാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ, മരുഭൂമി മണ്ണ്. ഓപ്ഷൻ എ, മരുഭൂമി മണ്ണിലാണ് എന്ത്? ലവണാംശം ഏറ്റവും കൂടുതലുള്ളത്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആണല്ലേ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂരാണ് എന്ത്? ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദുർഗാപൂർ സ്റ്റീൽ ലിമിറ്റഡ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റീൽ റൂർക്കേല ആരുടെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെ. ആരാണ്? ജർമ്മനി. അങ്ങനെയാണെങ്കിൽ ഭിലായ് ആരുടെ സഹായത്തോടെയാണ്? ഭിലായ് റഷ്യ അല്ലെങ്കിൽ USSRന്റെ സഹായത്തോടെയാണ് ഭിലായ്. ദുർഗാപൂർ ആരാണ്? ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെയാണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ജയ്പൂരാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ ഏതാണ്? ജയ്പൂരാണ്. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്യാണ്ട്. ഏതൊക്കെ പോയിന്റുകളാണെടാ? അല്ലെങ്കിൽ ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം അലഹാബാദിലാണ്, UPയിലാണ്. ഉത്തർപ്രദേശിലെ അലഹാബാദിലാണ് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. അതുപോലെ തന്നെ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നൈയിലാണ്. അതുപോലെ തന്നെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഹൂബ്ലിയിലാണ്. കർണാടക ജില്ലയിലെ ഹൂബ്ലിയിലാണെന്നും നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് പെടാത്ത വ്യക്തി? ദീനബന്ധു മിത്രയാണ്. ആരാണ്? ദീനബന്ധു മിത്ര അല്ല. ബാക്കി ഈ 3 ആളുകളും എന്തിലുണ്ട്? 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽപ്പെട്ട ആളുകളാണ്. ആരൊക്കെയാടാ? ഈ 3 ആളുകൾ. മക്കളെ, നിങ്ങൾ ഈ 3 ആളുകളെ പഠിച്ചു വെച്ചോ. GG അഗർക്കർ, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ്. ഈ 3 ആളുകളാണ് 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽപ്പെട്ട വ്യക്തികൾ. ഇതിൽ പെടാത്ത ആൾ ദീനബന്ധു മിത്രയാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? നമ്മുടെ ഓപ്ഷൻ ഡി, ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട കുറച്ച് ആളുകളുടെ പേരാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്, ഹിന്ദു പാട്രിയാറ്റ്, അതുപോലെ തന്നെ അരവിന്ദ് ഘോഷ്, കർമ്മയോഗി, രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യൻ മിറർ എന്ന പത്രങ്ങളും ഇതിനോട് കൂടെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി. നമ്മൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നതിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 9ന്റെ ആൻസർ ഓപ്ഷൻ ബി, ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. കേരളത്തിലെ കാലാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ കാലാവസ്ഥ പെടുന്നു എന്ന് പറയാം. കേരളത്തിൽ ഏതെല്ലാം തരം കാലാവസ്ഥയുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശൈത്യമുണ്ട്, വേനലുണ്ട്, വർഷക്കാലമുണ്ട്. അപ്പോൾ കേരളം ഏത് കാലാവസ്ഥയിലാണ് പെടുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉഷ്ണമേഖലാ കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ശൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ടു ഫെബ്രുവരി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വേനൽ എന്ന് പറഞ്ഞാൽ മാർച്ച് ടു മെയ് മാസം വരെയാണെന്ന് മനസ്സിലാക്കുക. വർഷകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ടു സെപ്റ്റംബർ ആണെന്നും മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് മൺസൂണിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ കേരളമാണെന്നും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച 1ാം സ്വതന്ത്ര സമരത്തിലെ വിപ്ലവകാരി ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു ആ വിപ്ലവകാരി?
10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളോട് പറയുന്നത് ഓപ്ഷൻ ഡി ഝാൻസി റാണിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ചത്. ആ ഡേറ്റ് മറക്കരുത്, 1905 ജൂലൈ 20. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോട്ടണോപോളിസ് എന്ന വിശേഷമുള്ള ഇന്ത്യൻ നഗരം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി മുംബൈ ആണ്. ഓപ്ഷൻ സി മുംബൈ ആണ്. മലബാർ ഗോഖല എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നതിൽ ആരാണ്? മലബാർ ഗോഖല എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. അതാണ് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജകേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്കു വാങ്ങിയ കോട്ട ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഡച്ചുകാരിൽ നിന്ന് വിലക്കു വാങ്ങിയ കോട്ട താഴെ പറയുന്നതിൽ ഏതാണ്? കൊടുങ്ങല്ലൂർ കോട്ടയാണ് ഡച്ചുകാരിൽ നിന്ന് 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജകേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്കു വാങ്ങിയ കോട്ട. മറക്കരുത്, കൊടുങ്ങല്ലൂർ കോട്ട. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നവരുടെ കൂട്ടത്തിൽ ആരാണ്? ഓപ്ഷൻ എ പി ജെ അബ്ദുൽ കലാമാണ്. ആരാണ്? എ പി ജെ അബ്ദുൽ കലാമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഡോളർ ഔദ്യോഗിക നാണയമല്ലാത്ത രാജ്യമാണ് സ്വീഡൻ. ആരാണ്? സ്വീഡനാണ് താഴെ പറയുന്ന രാജ്യങ്ങളിൽപ്പെട്ട് ഡോളർ ഔദ്യോഗികമല്ലാത്ത രാജ്യം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് മുദ്രാ യോജന. ഏതാണ്? മുദ്രാ യോജന. ഗ്രാമജ്യോതി യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫസൽ ബീമാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലെ സുസ്ഥിര ഉൽപാദനം ബന്ധപ്പെട്ടിട്ടുള്ള യോജനയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ മുദ്രാ യോജനയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റിയോ ഒളിമ്പിക്സ് 2016 ആദ്യമായി സ്വർണം നേടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ പെടാത്ത രാജ്യം താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. 18ാമത്തത് ഏതാണ്? ബഹ്റൈൻ ഉണ്ട്, ഫിജി ഉണ്ട്, ജോർദാൻ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി മെക്സിക്കോയാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി മെക്സിക്കോയാണ് നമ്മുടെ ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. PSLV-35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്? PSLV-35 റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ്? ഓപ്ഷൻ എ അൾജീരിയ, കാനഡ, അമേരിക്ക. ഓപ്ഷൻ എ അൾജീരിയ, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ 8.1% ലക്ഷ്യം വെച്ചു, നേടിയെടുത്തത് 7.7% ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അജന്ത ഗുഹ ഏതു സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അജന്ത ഗുഹ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേർച്ചയില്ലാത്തത് ഏത് എന്നാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഭാവഭൂതി മുദ്രാരാക്ഷസമാണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ 23ാമത്തെ ഇന്ത്യയിലെ 14 ബാങ്കുകളുടെ ദേശസാത്കരണം നടന്നത് 1969 1969 14 ബാങ്കുകൾ എന്ത് ചെയ്തത്? ദേശസാത്കരിക്കപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 3 മണിക്കാണ്, 3 PM എങ്കിൽ ഇന്ത്യയിൽ അപ്പോൾ സമയം എത്രയായിരിക്കും? സമയം 7:30 മണിയായിരിക്കും. 4 മണിക്കൂറും 30 മിനിറ്റുമാണ് ഇന്ത്യയും ലണ്ടനുമായിട്ടുള്ള ടൈം ഡിഫറൻസ്. ഇന്ത്യ 4 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. ഓക്കെ, 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മിതവാദി, അൽ അമീൻ, സ്വദേശാഭിമാനി, കേരള ദർപ്പണം. ഏതാണ്? ഓപ്ഷൻ സി സ്വദേശാഭിമാനിയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ 1905 ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ സ്വദേശാഭിമാനി ഇമ്പോർട്ടൻ്റ് ആണ്. ആളെ പേര് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അത് നോട്ട് ചെയ്യണം. മൗലവിയും അബ്ദുൽ ഖാദറും രണ്ടാളുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് മൗലവിയാണ് എന്ന് ഉറപ്പിച്ചോ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ 916 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച് എന്നാണ്. 1916 പാലക്കാട് വെച്ചിട്ടായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? പാലക്കാടിൽ വെച്ചിട്ടായിരുന്നു ആദ്യ സമ്മേളനം നടന്നത് ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ. 916 മുതൽ 920 വരെ മലബാറിൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇവിടെ കൃത്യമായി നോട്ട് ചെയ്യാനുള്ളത് പാലക്കാടാണ്. അധ്യക്ഷത ആരാ വഹിച്ചത്? ആനി ബസന്റാണ്. പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ആദ്യമായി നടന്നതും പാലക്കാടാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വയം ഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചതും അവിടെ ആരാണ്? KP കേശവമേനോനാണ്. രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. 917 1917. അതുപോലെ തന്നെ KPCC നിലവിൽ വരുന്നത് 1921 സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. മറക്കരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1936. അതുപോലെ തന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. എവിടെയാണ്? പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം. 29ാമത്തെ എടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. കാലാവധി 6 വർഷമാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ടെൻഷനാക്കാൻ വെക്കും. 6 വർഷമാണ് നമ്മളെന്ത് കാലാവധി. ഓക്കെ ആണല്ലോ? ഓക്കെ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമുഖത്ത് ഇന്നുള്ള ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണുള്ളത്. എന്താ പറഞ്ഞത്? ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണുള്ളത്. എത്ര വർഷം പഴക്കമുണ്ട്? 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര ഏതാണ്? നമ്മുടെ ആൻസർ ആരവല്ലിയാണ്. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര എന്ന് പറയുന്നത് ആരവല്ലിയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാ എന്ന് ചോദിച്ചാലും ആരാണടാ? ആരവല്ലിയാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്നും പിടിച്ചിറക്കിയത് ചെങ്കോട്ടയിൽ വെച്ചിട്ടായിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? ചെങ്കോട്ടയിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത് നോക്കാം. 32. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനമുള്ളത്. ദക്ഷിണേന്ത്യൻ നദികളിൽ വലുപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനം ഗോദാവരിയാണ്. ഒന്നാം സ്ഥാനം ഗോദാവരിക്കാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ അതിനോട് കൂടെ തന്നെ ചേർക്കേണ്ട വേറെ പോയിന്റാണ് മഹാരാഷ്ട്രയിൽ നിന്ന്, നാസിക് ജില്ലയിൽ നിന്നും, പശ്ചിമ പർവ്വതനിരയിൽ നിന്നും മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത്? ഗോദാവരി. എത്രയാണ് അതിൻ്റെ നീളം? 1465. എത്രയാണ്? 1465. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള പോയിൻ്റ് ആയിട്ട് കയ്യിൽ വെച്ചോ. ഈ ഫാക്റ്റ് ഒന്നും മറക്കരുത്. ഗോദാവരിയാണ് നീളത്തിലും വലുപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1465. സ്റ്റാർട്ട് ചെയ്യുന്നത് നാസിക് ജില്ലയിൽ നിന്നും, പശ്ചിമ പർവ്വത നിരയിൽ നിന്നും, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ അത് പതിക്കുന്നു എന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേളപ്പനായിരുന്നു. ആരായിരുന്നു? കേളപ്പനായിരുന്നു 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ 246 വകുപ്പ് അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനമാണ് വിദ്യാഭ്യാസം. ഏതാണ്? വിദ്യാഭ്യാസം. 246 വകുപ്പ് അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഇനമാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1917 നടന്ന
സമരമാണ് ചമ്പാരൻ സമരം. ഏതാണ്? ചമ്പാരൻ സമരമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു. EK നായനാരാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആദ്യം നടന്നത് ഏത്? ആദ്യം നടന്നത് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയലാണ്. 1891 നടന്നത്. മലയാളി മെമ്മോറിയൽ നടന്നത് 1891. രണ്ടാമത് നടന്നത് ഈഴവ മെമ്മോറിയൽ 1896. ഈ ഈഴവ മെമ്മോറിയൽ നടന്നത് 1896. അതിന് ശേഷമാണ് മലബാർ കലാപം നടക്കുന്നത്. എന്നാണ്? 921. 921. അതിനുശേഷം നിവർത്തന പ്രക്ഷോഭം നടന്നു 1932. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. ഈ കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റുകൾ ഒരിക്കലും മറന്നു പോകരുത്. പക്ക ആയിരിക്കണം. ഓക്കെ, അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. നമ്മുടെ ആൻസർ അഫ്ഗാനിസ്ഥാനാണ്. അറബിക്കടലുമായി തീരം പങ്കിടാത്തത് ശ്രീലങ്കയുണ്ട്, ഇറാനുണ്ട്, പാകിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്തില്ല? അറബിക്കടലുമായിട്ട് തീരം പങ്കിടുന്നില്ല. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സയൻസ് അതുപോലെ തന്നെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് നാളെ മറ്റന്നാളുമായിട്ട് അപ്ലോഡ് ചെയ്യാം. കൃത്യമായിട്ട് ഇതുവരെ പറഞ്ഞ എല്ലാ എക്സ്റ്റേണൽ ഫാക്റ്റുകളും എല്ലാ പോയിന്റുകളും കൃത്യമായി നോട്ട് ചെയ്ത് ഓരോ പോയിന്റും കൃത്യമായി പഠിച്ചിട്ട് ഇതിൽ നിന്നും എന്തെല്ലാം ക്വസ്റ്റ്യനുകൾ വരാമെന്ന് കൃത്യമായ ആ ഫോക്കസിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇനി ചോദിക്കാനുള്ളൂ. ഇതുവരെ വന്ന ചോദ്യങ്ങളൊന്നും ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിലൂടെ നമുക്ക് എന്തെല്ലാം അറിയാത്തത് ഉണ്ട് എന്ന് കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റഡിയാണ് ഇനി നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇനി മാത്സ് അറിയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ സൈക്കോളജി അറിയില്ല, അല്ലെങ്കിൽ എക്കണോമിക്സ് അറിയില്ല എന്ന് പറഞ്ഞ് അറിയാത്ത വിഷയത്തിൽ സ്പെൻഡ് ചെയ്യുന്നതിലേക്കാളും നല്ലത് നമ്മളെ കയ്യിൽ ഏതാണോ കോൺഫിഡൻസിൽ നിൽക്കുന്നത്. ഞാൻ സൈക്കോളജിയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം, എനിക്ക് മാത്സ് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ അറിയുന്ന 15 മാർക്കും 20 മാർക്കും മാക്സിമം 20ൽ 20 തന്നെ 15ൽ 15 തന്നെ ഞാനത് വാങ്ങിക്കാനുള്ള സ്ട്രെങ്ത്താണ് കാണിക്കരുത്. നമ്മളെ കോർ പോയിൻ്റ് ഏതാണോ ആ കോർ പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് വിട്ട് വീഴ്ച നമ്മൾ ചെയ്തു കൊടുക്കരുത്. അത് മാക്സിമം വാങ്ങിയിട്ട് ബാക്കിയുള്ള ജസ്റ്റ് റഫായിട്ട് മേലെ കൂടെ വിട്ടോ, കിട്ടുന്നത് ബോണസാണെന്ന് വിചാരിച്ചാൽ മതി. അറിയാത്തതിൽ കിടന്ന് ടൈം കളയരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. അപ്പം ബാക്കി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ മറ്റന്നാളായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.